6 ഓവറുകൾ പൂർത്തിയാകുമ്പോഴേക്കും 3 വിക്കറ്റ് നഷ്ടത്തിൽ 49 റൺസാണ് പവർ പ്ലേയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് സ്കോർ ചെയ്തത്. ഇതാ എല്ലാം ഈ മനുഷ്യൻ കാരണമാണ്. ജേക്കബ് ഡഫി എന്തുമാത്രം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ മത്സരത്തിൽ എന്നത് ടോസ് ടൈമിൽ കിട്ടിയപ്പോൾ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. കൃത്യമായി അദ്ദേഹം ലൈനും ലെങ്ത്തും ആ ഡെക്കിൽ എറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിക്കറ്റുകൾ കിട്ടും. ചിന്നസ്വാമി അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഗ്രൗണ്ടാണെന്ന് പറയുന്ന രീതിയിൽ തന്നെയാണ് ജേക്കബ് ഡഫി ഇന്ന് പെർഫോം ചെയ്യുന്നത്. 3 വിക്കറ്റുകൾ അദ്ദേഹം, നിർണായകമായ 3 വിക്കറ്റുകൾ. ഒന്ന് ട്രാവിസ് ഹെഡ്, മറ്റൊന്ന് അഭിഷേക് ശർമ്മ, മറ്റൊന്ന് നിതീഷ് കുമാർ റെഡ്ഡി എന്ന 3 വിക്കറ്റുകളാണ് ജേക്കബ് ഡഫി സ്വന്തമാക്കിയിരിക്കുന്നത് എന്നതും എടുത്തു പറയണം. കൃത്യമായി ബാംഗ്ലൂരിന് എന്താണോ തുടക്കത്തിൽ വേണ്ടിയിരുന്നത് അത് തന്നെ ജേക്കബ് ഡഫി കൊടുക്കുന്നു. ആ രീതിയിൽ തന്നെ മത്സരം തിരിച്ചു പിടിക്കുന്ന ഒരു സാഹചര്യം. ഒരുപക്ഷെ സൺറൈസേഴ്സ് ഏറ്റവും കൂടുതൽ പേര് കേട്ടിരിക്കുന്നത് അവരുടെ ബാറ്റിങ്ങിലാണ്. ആ ബാറ്റിങ്ങിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വെടിക്കെട്ട് എന്ന ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയെയും തുടക്കത്തിൽ തന്നെ കളയാൻ ജേക്കബ് ഡഫിക്ക് സാധിച്ചു. അത് ചെറുതായിട്ട് കാണാനും കഴിയില്ല. എത്രയോ റൺസ് അതുകൊണ്ട് മാത്രമായിട്ട് കുറയ്ക്കാനും സാധിച്ചു എന്ന് പറയണം. ട്രാവിസ് ഹെഡ് 9 പന്തുകളിൽ നിന്നും 2 ഫോറുമായി 11 റൺസിനാണ് പുറത്താകുന്നത്. എല്ലാം ഷോർട്ട് പിച്ച് ഡെലിവറീസാണ്. വിക്കറ്റ് എടുത്ത 3 പന്തുകളും ഒന്നുകിൽ ബാറ്റർമാരെ ഹുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പുൾ ചെയ്യാൻ ശ്രമിക്കുന്നു, കണക്റ്റ് ആവുന്നില്ല, ടോപ്പ് എഡ്ജ് പോകുന്നു, ഔട്ടാവുന്നു. അഭിഷേക് ശർമ്മ അങ്ങനെയാണ് പുറത്തായത്, നിതീഷ് റെഡ്ഡി അങ്ങനെയാണ് പുറത്തായത്. ട്രാവിസ് ഹെഡ് ആവട്ടെ കൃത്യമായിട്ട് അവിടെ പ്ലേസ് ചെയ്തിരുന്ന ഫീൽഡറിൻ്റെ കൈകളിലേക്ക് ഭദ്രമായിട്ട് എത്തിക്കുകയായിരുന്നു. ആ ഫീൽഡർ ഫിൽ സോൾട്ട് ആയിരുന്നു. സോൾട്ടിൻ്റെ കൈകളിലേക്ക് അടിച്ചു കൊടുത്തിട്ടാണ് ട്രാവിസ് ഹെഡ് പോയത്. അതോടൊപ്പം തന്നെ അഭിഷേക് ശർമ്മ ആവട്ടെ 8 പന്തുകളിൽ നിന്നാണ് 7 റൺസ് അടിച്ചത്. അതിനകത്ത് ഒരു 6 മാത്രമേ ഉള്ളൂ. ജേക്കബ് ഡഫി പന്തെറിയുന്നു. ജിതേഷ് ശർമ്മ കീപ്പർ ക്യാച്ച് പിടിക്കുകയാണ് ചെയ്തത്. നിതീഷ് കുമാർ റെഡ്ഡി ആവട്ടെ അഭിനന്ദൻ സിംഗ് എന്ന ഈ IPL ആദ്യത്തെ മത്സരം കളിക്കാൻ ഇറങ്ങുന്ന വ്യക്തിയാണ് ആ ക്യാച്ച് സ്വന്തമാക്കുകയും ചെയ്തത്. നിതീഷ് കുമാർ റെഡ്ഡി 6 പന്തിൽ നിന്നാണ് 1 റൺ എടുത്തത്. ഒരിക്കൽ പോലും ഒരു പിച്ചിൽ കൃത്യമായ സ്ഥാനം ഉറപ്പിക്കാൻ നിതീഷിന് സാധിച്ചതുമില്ല. എന്തായാലും പവർ പ്ലേ പൂർത്തിയാകുമ്പോഴേക്കും കംപ്ലീറ്റ്ലി RCB ഡോമിനൻസ് ആണ്. ആ ഡോമിനൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരേ ഒരു കാരണം ജേക്കബ് ഡഫിയുമാണ്. അങ്ങനെ 6 ഓവറുകൾ പൂർത്തിയാകുമ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 49 റൺസ്. ചുറ്റും കൂടിയിരിക്കുന്ന RCB കാണികൾക്കൊക്കെ സന്തോഷമുണ്ടാക്കുന്ന രീതിയിലുള്ള 3 വിക്കറ്റുകൾ. അവിടെ ന്യൂസിലൻഡ് പേസ് ബോളറായ ജേക്കബ് ഡഫി, ഒരു കാര്യം ഉറപ്പിക്കാം, 2 കോടി രൂപയ്ക്കാണ് RCB ഡഫിയെ സ്വന്തമാക്കുന്നത്. ആ 2 കോടി രൂപയ്ക്കുള്ള വർത്ത് ഈ ഉടനീളമുള്ള സീസണിലും ഡഫിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് RCB പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ജോഷ് ഹേസൽവുഡിൻ്റെ ഈ ഒരു പ്രശ്നം അത് പ്രശ്നമായിട്ട് തന്നെ തുടരുമോ ഇല്ലയോ എന്നൊക്കെ കാത്തിരുന്ന് കാണണം. പക്ഷേ ഡഫി ഇൻക്ലൂഡിങ് ഇൻ ദ സൈഡ് ഒരു പക്ഷേ RCBക്ക് അതൊരു വലിയ മുതൽക്കൂട്ട് തന്നെയാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അത് ഇനി ഇഷാൻ കിഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് തിരിച്ചു പിടിച്ചാൽ മാത്രമേ പിടികിട്ടുകയുള്ളൂ. ഇഷാൻ കിഷൻ നിലവിൽ 14 പന്തിൽ നിന്നും 30 റൺസാണ് നേടിയിരിക്കുന്നത്. 3 4 2 6. പക്ഷേ കൂട്ടുകെട്ട്, വളരെ നിർണായകമായൊരു കൂട്ടുകെട്ട് ഇഷാൻ കിഷന് വേണമെന്നാൽ മാത്രമേ ഇതിൽ നിന്നും പുറത്ത് കടക്കാൻ കഴിയൂ. അതിൽ ഹെൻറിച്ച് ക്ലാസിന് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. 9 പന്തുകളിൽ നിന്നും 11 റൺസുമായിട്ട് 1 ഫോറുമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു പുതിയ ടീമുകളാണ് 2 പേരിൽ നിന്നും ഉണ്ടാകുന്നത്. അതിൽ ആദ്യത്തെ പവർ പ്ലേ കൃത്യമായി RCB ഡോമിനേറ്റ് ചെയ്യുന്നു. സൺറൈസേഴ്സിനെ 200-നുള്ളിൽ, 200-ഒന്നും RCB ഇപ്പോൾ ചിന്തിക്കുന്നത് പോലുമില്ല, ഒരു 160-170-ക്കുള്ളിൽ സൺറൈസേഴ്സിനെ പിടിച്ചു നിർത്തുകയാണെങ്കിൽ RCBയുടെ വിജയമായിട്ട് തന്നെ ഫസ്റ്റ് ഇന്നിംഗ്സിൽ കൂട്ടാക്കാൻ കഴിയും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.